ഹലോ. പെരുന്നാളിൻ്റെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എല്ലാ പണികളും തീർക്കാമെന്ന് വിചാരിക്കേണ്ടത്. എല്ലാ പണിയൊന്നുമില്ല, പറ്റണ പണികളൊക്കെ. അപ്പോൾ അതേ ചിക്കൻ തേച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ പിടിക്കും. ഉമ്മച്ചിതേ മട്ടൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ മട്ടനൊക്കെ നമ്മളിതേ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സേമിയയും തേങ്ങാപ്പാലും പഴമായിരിക്കും കേട്ടോ. ചെറിയ പെരുന്നാൾ നമ്മൾ കഴിച്ചിട്ട് വേണമല്ലോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കേണ്ട ഇക്കാൻ്റെ വാപ്പാൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഫുഡ്. അത് കഴിഞ്ഞിട്ട് അവർ പള്ളിയിൽ പോയ സമയത്ത് ഞാൻ ദേ വീടൊക്കെ ഒന്ന് ഒതുക്കി അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെറ്റിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സൈഡിലൊക്കെ നല്ല ചവറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവരിതേ പള്ളിയിൽ നിന്ന് വന്നു, ഫുഡ് കഴിക്കുന്നതിന് പള്ളിയിൽ നിന്ന് വന്നിട്ട് കുറച്ച് പത്തിരിയും മട്ടൻ കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെയും കുറച്ച് മട്ടൻ എടുത്തിട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ടിട്ട് ഉമ്മച്ചി അവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് ദേ വാപ്പായും മോനും നല്ല കളിയാണ്. ഇത് ഡെയിലി ഉള്ളവരുടെ കളിയാണ് കേട്ടോ. ഈ മുടി പിടിക്കുക, ചവിട്ടുക, ഇതൊക്കെ. പിന്നെന്താ പറയുക, എനിക്കിങ്ങനെ ബെഡ്ഷീറ്റ് കൊളാക്കും. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നൊരു കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ വിരിച്ചിടും, ഇവർ കൊളാക്കും. അപ്പം പിന്നെ ഈ ചവറ് അടിച്ചു വരിക്കണ്ട് ചവറാക്കുക, എനിക്കതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. പിന്നെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഞാൻ ഇന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല നന്നായിട്ട് വഴറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതേ പുതിനയും മല്ലിയിലും എല്ലാം എല്ലാം അടുപ്പിച്ച് ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മസാലകളും ഞാൻ സെറ്റാക്കിയിട്ട് ഇതേപോലെ മട്ടൻ നന്നായിട്ടൊന്ന് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. ബിരിയാണിക്കുള്ള മസാലയാണിത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ബിരിയാണി. എന്താ പറയുക, അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് തന്നെ ഞാൻ നെയ്ച്ചോറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ഉച്ചയ്ക്ക് ഇത്താത്തയും ഫാമിലിയൊക്കെ വരുന്നുണ്ട്, മൂത്ത സിസ്റ്ററൊക്കെ വരുന്നുണ്ട് എൻ്റെ. അപ്പോൾ അതിനിപ്പോൾ പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി ഞാൻ ഇപ്പുറത്ത് ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതൊരു 70 മിനിറ്റോളം ഞാൻ സിമ്മിലിട്ടിട്ട് ദം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാവർക്കും ദഹിക്കാക്ക ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. ഈ പെരുന്നാൾ നല്ല അടിപൊളിയായിരുന്നു. കാരണം ഫാമിലി എല്ലാവരും വന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അടിപൊളി ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പെപ്സിയും കൂടി എടുത്ത് കുടിച്ചിട്ടുണ്ട്. പിന്നെ കുഷൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് ജുവൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്താത്ത കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്താണ്. നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ആണ് ഇവരുടെ. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒതുക്കി പെറുക്കിയിട്ട് ഞങ്ങൾ റൂമിലിരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇരിക്കുകയാണ്, ചില്ല് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഒരു ഈദ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.